ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി കാണാം. നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ട്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. സാധാരണ നമ്മൾ ഫ്രൂട്ട് കേക്ക് അല്ലെങ്കിൽ പ്ലം കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സ് കുറച്ച് നാൾ സോക്ക് ചെയ്യും, 2-3 മാസം ആൽക്കഹോളിൽ സോക്ക് ചെയ്ത ശേഷമാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നില്ല, സോക്ക് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്, നെസ്ലെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊന്ന് കരിച്ചെടുക്കും. പഞ്ചസാര ഇതേപോലെ ഒന്ന് കരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നന്നായിട്ട് ആദ്യം ഒന്ന് മെൽറ്റാവും, അതിനുശേഷം കരിയും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചൂടുവെള്ളം ചേർക്കണം, 1/2 കപ്പ് ചൂടുവെള്ളം. അരക്കപ്പ് ചൂടുവെള്ളം, അതിനൊപ്പം തന്നെ നമുക്ക് 150 ഗ്രാം ബട്ടർ, 250 ഗ്രാം ഫ്രൂട്ട്സ്. ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ഫിഗ്സ് ഉണ്ട്, ഡ്രൈഡ് പ്ലംസ് ഉണ്ട്, അതായത് പ്രൂൺസ് ഉണ്ട്, പിന്നെ ചെറീസ്, പിന്നെ അതേപോലെ ബ്ലാക്ക് ചെറിയ മുന്തിരിങ്ങ, നമുക്ക് കയ്യിലുള്ള ഡേറ്റ്സ്, ഇതെല്ലാം കൂടെ എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. മൊത്തം ഒരു 250 ഗ്രാം എടുത്തേക്കുന്നത്. സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഡയറക്റ്റ് ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർക്കണം. നമ്മൾ ഈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ്, കുക്ക് ചെയ്യാനായിട്ടാണ്. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് കുക്ക് ചെയ്ത് തിക്കായിട്ട് വരണം. ഇതേപോലെ നന്നായിട്ട് തിക്കായി കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ്സോളം കുക്ക് ചെയ്തു. അപ്പോൾ നന്നായിട്ട് തിക്കായി, ഇത് ഓഫ് ചെയ്യണം. ഈ മിക്സർ നന്നായിട്ട് കൂളാവണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ മിക്സർ കൂളാവാനായിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ചെറുതായിട്ട് കൂളായിട്ടുണ്ട്, കുറച്ചുകൂടെ നന്നായിട്ട് കൂളാവണം, ചെറിയ ചൂട് പോലും ഇല്ലാത്ത രീതിയിലാവണം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ടിൻ്റെ മിക്സർ കൂളാകുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്ലവർ റെഡിയാക്കി എടുക്കാം, മൈദ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1.5 കപ്പ് മൈദയാണ്, 180 ഗ്രാം മൈദ. അതിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണിൻ്റെ പകുതി. ഇനി സ്പൈസസിൻ്റെ പൗഡർ ചേർക്കാം. സിനമൺ പൗഡർ 1/4 ടീസ്പൂൺ, ക്ലോവ്സ് ഗ്രാമ്പു പൊടിച്ചത് 1/8 ടീസ്പൂൺ, നട്ട്മെഗ് ജാതിക്ക പൊടിച്ചത് 1/8 ടീസ്പൂൺ. ഇത് 3 കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്, അതിനകത്തേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, മാറ്റി വെക്കാം. നമ്മൾ കുക്ക് ചെയ്ത ഫ്രൂട്ട് മിക്സർ ഇപ്പോൾ കൂളായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നെസ്ലെ മിൽക്ക് മെയ്ഡ് ചേർക്കാം. മുക്കാൽ കപ്പ് നെസ്ലെ മിൽക്ക് മെയ്ഡ് ചേർത്തു. നല്ല തിക്കാണ് നെസ്ലെ മിൽക്ക് മെയ്ഡ്. ഇനി നമുക്കിതിനകത്തേക്ക് തൈര് ചേർക്കണം. ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് തൈരാണ്. ഇതിലേക്ക് 2 മുട്ടയും കൂടെ ചേർക്കാം. 2 വലിയ സൈസിലുള്ള മുട്ടയാണ്, ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടി ഇട്ടേക്കുന്നതാണ്, 1 ടീസ്പൂണോളം വേണം.
ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ അതിൻ്റെ അകത്തെ വൈറ്റ് പിത്ത് വരാണ്ട് പുറത്ത് തൊലി മാത്രമായിട്ട് ചിരണ്ടിയെടുക്കുക. അതുകൂടാതെ നമുക്ക് കാൻഡീഡ് ജിഞ്ചർ, ഇത് നമുക്ക് ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്, അത് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ചോപ്പ് നട്ട്സ് ചേർക്കണം. ഞാൻ എടുത്തേക്കുന്നത് ആമണ്ട്സും കാഷ്നട്ട്സും കുറച്ച് വാൾനട്ട്സും കൂടെയാണ്. എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു 1/4 കപ്പ് എടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദ ചേർക്കാം. നമ്മൾ എഗ് ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു ഈസി പ്ലം കേക്കാണ്. നമ്മളിവിടെ പല ഫ്രൂട്ട്സ് ഉപയോഗിച്ചു, അതിന് പകരം നിങ്ങൾക്ക് പ്രൂൺസ് മാത്രം ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു 8.5 ഇഞ്ച് ഡയമീറ്ററുള്ള പാത്രമാണ്. അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ 170 ഡിഗ്രിയിൽ നിങ്ങളുടെ അവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ചൂടായ അവനിൽ വെച്ചിട്ട് ഒരു 45 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. നമ്മുടെ കേക്ക് അവനിൽ നിന്ന് എടുത്ത് കൂളാൻ വെച്ചേക്കായിരുന്നു. നന്നായി കൂളായി. പിന്നെ വെയിറ്റ് പറയുകയാണെങ്കിൽ കറക്റ്റ് 1 കിലോ ആണ്. നെസ്ലെ മിൽക്ക് മെയ്ഡ് വെച്ച് ഉണ്ടാക്കിയേക്കുന്ന പ്ലം കേക്ക് ഒന്ന് സ്ലൈസ് ചെയ്ത് കാണിക്കാം, അതിൻ്റെ അകത്തെ ടെക്സ്ചറൊക്കെ കാണാനായിട്ട്. ഇതേപോലെ പെർഫെക്റ്റായിട്ട് കിട്ടി. വളരെ സോഫ്റ്റാണ്, ഫ്ലഫിയാണ്, നല്ല ഫ്രൂട്ട്സ് വെച്ച് നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന പ്ലം കേക്ക് വളരെ ടേസ്റ്റി കേക്കാണ്. ഇത് കൂടാതെ ധാരാളം റെസിപ്പീസ് നെസ്ലെ മിൽക്ക് മെയ്ഡിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കേക്ക്സ്, പുഡിങ്സ്, പായസം, കുക്കീസ്, അങ്ങനെ ധാരാളം റെസിപ്പീസ് അവൈലബിൾ ആണ്. www.milkmaid.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നെസ്ലെ മിൽക്ക് മെയ്ഡ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പ്ലം കേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. Thank you for watching Mahima's Cooking Class.